മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭി പ്രാർത്ഥനകൾ പ്രാർത്ഥനയാ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ പ്രാർത്ഥനയാ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത നിന്റെ സഹായം നൽകുക എൻ്റെ പ്രാർത്ഥനയോടെ പറഞ്ഞാട്ടെ ഉറപ്പിക്കെന്നെ നാഥ നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ശൈശവ പ്രായവീശകൻ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം ആയതാ ഏകുക നിൻ സമ്പൂർണ്ണത ഉറപ്പിക്കണേ നാഥ ഉറപ്പിക്കണേ നാഥ നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ ക്രിസ്തൻ മഹത്വത്താലെ ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിരക്തം കാണിച്ചു ആശ്വാസം നൽകിയിടും ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനോടിക്കും നേരത്ത് ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പെട്ടെന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കാം. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്ന് എന്തെന്ന് അറിയത്തില്ല മുന്നിൽ ഒരു പ്രോഗ്രാം നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഇടത്തെ ഭാഗം പെട്ടെന്ന് തളർന്നു പോകുന്നത്. ഞാൻ കീബോർഡ് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. എന്താണ് പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എനിക്ക് പരിചയമുള്ള പാസ്റ്റേഴ്സിനൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കൈ ഉയർത്താൻ പറ്റുന്നില്ല, കൈ മടക്കാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് പറഞ്ഞു, വണ്ടി താഴെ റെഡിയാക്കിയിട്ടേക്കണം, എനിക്കറിയത്തില്ല, എനിക്ക് എന്തോ ഒരു ഹെൽത്തിനെന്തോ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് വണ്ടി റെഡിയാക്കിയിട്ടേക്കണം. ഞാൻ നോക്കാൻ നേരത്ത് വണ്ടി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ റെഡിയാക്കിയിട്ടേക്കാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞ് ലാസ്റ്റ് സോങ് ആവാൻ നേരത്താണ്
പെട്ടെന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൈ തളർന്ന് താഴെ പോയി. പെട്ടെന്ന് തന്നെ എന്നെ വണ്ടിയിൽ കയറ്റി സെയിമിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. MRI ഓരോ കാര്യങ്ങളെല്ലാം വന്നു. ആദ്യത്തെ MRI റിസൾട്ടിൽ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ തളർന്നു പോയി എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ എവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിനി ഒരു ഉയർച്ചയില്ല, ഞാനിനി എഴുന്നേക്കത്തില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടുത്തെ ആദ്യത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫെയിലായിപ്പോയി പന്തളം ഹോസ്പിറ്റലിൽ വെച്ച്. അത് കഴിഞ്ഞ് എന്നെ ശ്രീചിത്രയിലോട്ട് കൊണ്ടുവന്നു. അവിടെ ചെന്ന് ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, അബി ഇനി എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. പഴയ പോലെ കീബോർഡ് വായിക്കാൻ പറ്റുമോയെന്നോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോയെന്നോ ഒന്നും അവരെനിക്കൊരു ഉറപ്പ് തന്നില്ല. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ചലനമറ്റതിനെ ചലിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കിനി വീണ്ടും സ്റ്റേജിൽ കയറണം, എഴുന്നേറ്റ് നിൽക്കണം, കീബോർഡ് വായിക്കണം. അവിടെ ഇരുന്നപ്പോഴൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ ഒരു പാട്ടാണ് ഉള്ളം തകർന്നേറ്റവും ആശയറ്റ നേരത്തും ക്രൂശിൽ രക്തം കാണിച്ചു. എൻ്റെ ആശകളെല്ലാം അവസാനിച്ചു, ഇനി ഞാൻ എഴുന്നേക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വൈദ്യശാസ്ത്രം വിധി എഴുതിയത് 8 മാസത്തോളം അബി ബെഡ് റെസ്റ്റ് ആയിരിക്കും, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് വിധി വെച്ച സ്ഥാനത്ത് നവംബർ 1-ാം തീയതി മുതൽ ഞാൻ പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറി തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. അന്നും ഞാൻ കയറിയ സ്റ്റേജ് ഇന്ന് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു സമയത്ത് ഞാൻ സ്വപ്നം കണ്ട പല വേദികളുമാണ് ഇന്ന് ദൈവം എന്നെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, എന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് ബെഥാനിയയിലെ ലാസറിൻ്റെ കാര്യം. ആ ബെഥാനിയ എന്ന് പറഞ്ഞ സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് മാർത്തയുടെയും മറിയയുടെയും പേരിലായിരുന്നു ആദ്യം. പിന്നെ കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഒരു ഭവനം കൂടിയായിരുന്നു ലാസറിൻ്റെ ഭവനം. പെട്ടെന്ന് ലാസറിന് ഒരു മരണം സംഭവിച്ചു. 3 ദിവസം കഴിഞ്ഞാണ് ദൈവം അവിടെ ചെന്നത്. എന്തുകൊണ്ടാണ് ഈ 3 ദിവസം കഴിഞ്ഞ് ദൈവം അവിടെ ചെന്നതെന്ന് നിങ്ങൾക്ക് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത കടന്നു വന്നത്. ചില കാര്യങ്ങൾ ദൈവം നിൻ്റെ ലൈഫിൽ താമസിപ്പിക്കുന്നത്, ചില കാര്യങ്ങൾ ദൈവത്തിന് നിന്നെ കൊണ്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവം അവിടെ താമസിച്ച് അവിടെ ചെന്നത് ആ ദേശം പിന്നീട് ലാസറിൻ്റെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. മാർത്തയുടെയും മറിയയുടെയും പേരിൽ അറിയപ്പെട്ട ബെഥാനിയ പിന്നീട് അറിയപ്പെട്ടത് ലാസറിൻ്റെ പേരിൽ. ജീർണിച്ച അവസ്ഥയിലും നാറ്റം വെച്ച അവസ്ഥയിലും ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റും. ചലനമറ്റ ഒരു ശരീരത്തെ ദൈവം വീണ്ടും പുറത്ത് പുതിയൊരു ശരീരമാക്കി കൊണ്ടുവന്നതുപോലെ ഞാൻ ഇന്ന് ഈ സൂം മീറ്റിങ്ങിലായിരിക്കുന്ന എൻ്റെ ജനങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നിന്റെ ചലനമറ്റ വിഷയത്തെ ഓർത്ത് നീ ഒന്ന് ചൂണ്ടി പറഞ്ഞിട്ട് പുറത്തു വരാൻ. ഇന്ന് മുതൽ അത് ചലിക്കാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ദൈവം ലേറ്റാക്കി വെച്ചത് നിന്റെ പേരിൽ ചിലത് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നിന്റെ പേരിൽ ദൈവം അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ദൈവം ലേറ്റാക്കിയത്. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് വീണ്ടും പോകാം. വീണ്ടും നമുക്ക് ആ പാട്ടിൻ്റെ ചില ഈരടികളോട് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരത്തും ക്രൂശിൽ രക്തം കാണിച്ചു ശ്വാസം നൽകിയിടും ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും
ഒരുക്കിടുവാൻ, സ്വർഗ സിയോനിലെ വിത്ത് വിതപ്പാൻ, നല്ലവണ്ണം അത് ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ട് നനയ്ക്കണമേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രാർത്ഥന മുഖാന്തരം നല്ലവണ്ണമായ ഒരു ഫലം നമുക്ക് കർത്താവിന് തിരിച്ചു കൊടുക്കാൻ ഇടയാകണം. നമുക്ക് ഓർത്ത് ആ ഒരു രീതിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, സ്വർഗ സിയോനിലെ വിത്തു വിതപ്പാൻ, സ്വർഗ സിയോനിലെ വിത്തു വിതപ്പാൻ, നല്ലവണ്ണമാകൂ ഫലം കൊടുപ്പാൻ, നല്ലവണ്ണമാകൂ ഫലം കൊടുപ്പാൻ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മശക്തിയാൽ ഇന്നു നടക്കണമേ, ആത്മശക്തിയാൽ ഇന്നു നടക്കണമേ, വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എൻ രക്ഷകനാം യേശുവിൽ ഞാൻ